ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിം ഓവർ MC. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ എലൈറ്റർ ഞാൻ എൻ്റെ എൻ്റർ ഡ്രാഗനെ പോലും കൊന്നിട്ടില്ല, എൻ്റെ പോയിട്ട് നെതറിൽ പോലും പോയിട്ടില്ലല്ലോ എന്ന്. സംഭവം ഞാൻ ക്രിയേറ്റീവിലാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് വേറെ വിറ്റ് സംഭവം എന്തോന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ വേറെ സ്ഥലത്താണുള്ളത്. എനിക്ക് ഒരു വീട് പണിയാനും എൻ്റെ ഫാക്ടറി ഒക്കെ പണിയാൻ വേണ്ടി നല്ല സ്ഥലം നോക്കുമായിരുന്നു ഞാൻ. അപ്പൊ എനക്ക് വരേക്കൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് എലക്ട്ര എടുത്തു, റോക്കറ്റ് എടുത്തു, പറന്ന് 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 ഏകദേശം 70 ബ്ലോക്ക്, 70 ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഓളം ഞാൻ പോയി. എന്നിട്ട് അവസാനം ഒരു സ്ഥലം കിട്ടി എനക്ക്. ഇതാണ് ആ സ്ഥലം. ഇവിടെയൊക്കെ ഡഞ്ചനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം മാതിരി. നാം വഴക്ക് പോയ സ്ഥലത്തൊക്കെ ഡഞ്ചനുണ്ട്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ ഡഞ്ചനിലൊക്കെ പോവാം. നമ്മൾ പിന്നെ മറ്റേ വലിയ ഡഞ്ചനിൽ പോയതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ പോയിട്ടില്ല, പക്ഷെ ഇതിൽ നമുക്കൊരു പ്രാവശ്യം പോകണം. അതിൽ പോയാൽ നമുക്ക് അതും കൂടെ സെറ്റാം. അപ്പൊ എൻ്റെ ബേസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, പ്ലാന് ഒരു അണ്ടർഗ്രൗണ്ട് ബേസാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പം എനിക്ക് എൻ്റെ വ്യൂ എന്ന് വെച്ചാല് അണ്ടർഗ്രൗണ്ട് ആയിരിക്കണം, പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്നൊരു പാത്തും വേണം എനിക്ക്. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ മര്യാദയ്ക്ക് കിട്ടിയത്. അപ്പം ഞാൻ എവിടെ ആയിരിക്കും എൻട്രൻസ് വെക്കാൻ പോകുന്നു? ഇവിടെ ഇങ്ങനെ, എന്നിട്ട് മുകളിൽ നിന്ന് വേറെ ബ്രിഡ്ജും കാര്യമെല്ലാം വെച്ചിട്ട് അങ്ങനെ വെക്കും ഒരു എൻട്രൻസ്. അപ്പൊ ഇത് ഇതാക്കാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ എൻ്റെ ബേസ് ഉണ്ടാക്കാൻ പോകുന്ന ക്രിയേറ്റീവിലാണ്. സംഭവം എന്താന്ന് വെച്ചാൽ എൻ്റെ പ്ലാനിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ബേസ് ഒന്നും ഉണ്ടാക്കാൻ അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ലാത്ത മനുഷ്യന്. എനിക്ക് അല്ലാത്ത കളി കളിക്കാനേ അറിഞ്ഞൂടാ, അല്ലാണ്ട് ബേസ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ സത്യം പറഞ്ഞ എൻ്റെ അനിയനുണ്ടായിരുന്നു, ചോട്ട. അവനാണ് അതിൻ്റെ പരിപാടിയൊക്കെ, ഈ ബേസ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് വെച്ചാണ് പണി നടത്തുന്നത്, യൂട്യൂബിലൊരു വീഡിയോ നോക്കിയിട്ട്. അപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അത് പറയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തായാലും ഒരു ദിവസത്തേക്കൊന്നും, 1-2 ദിവസത്തേക്ക് എന്തായാലും ഒന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് വേറെ വെച്ച്. എനിക്ക് പനി പിടിച്ചു. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും പനി പിടിച്ചത്. തൊണ്ട അടഞ്ഞിട്ടാണുള്ളത്. പിന്നെ വലിയ വാച്ചേഴ്സും ഇല്ല എനിക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ പണികൾ കിട്ടി, സ്റ്റാഫ് ലീവ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവിടുത്തെ ആ ഒരു മലയിലെ ബേസ് എനിക്ക് അങ്ങോട്ട് നോക്കിയില്ല. പക്ഷെ പ്ലാൻ ഉണ്ട്, അവിടെ നല്ല രീതിക്ക് പ്ലാൻ ഉണ്ട് ബേസ് പണിയാൻ. പക്ഷെ അവിടെ എനിക്ക് മെയിനായിട്ട് ഈ അഡ്വാൻസ് മെഷീൻസ് ഉണ്ടല്ലോ, അതിൽ വാട്ടർ റിസോഴ്സ് വല്ലാണ്ട് വേണം എനിക്ക്. അപ്പം വാട്ടർ റിസോഴ്സ് എനിക്ക് പണിയാണ്, അവിടെ കിട്ടത്തില്ല. മര്യാദയ്ക്ക് 2 ഡിസ്റ്റൻസ് പോകുന്ന സമയത്ത് കിട്ടൂല എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ആക്കാന്ന്. എൻ്റെ ഒരു ഐഡിയ ഇവിടെ ബേസും താഴത്തെ ബേസും നമുക്ക്, എന്നിട്ട് ഇവിടെ കൂടെ ഒരു അണ്ടർലൈൻ പോലെ വെച്ചിട്ട് എവിടെ കൊണ്ട് വെക്കാം? ഇവിടെ വെക്കാം. ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കണ്ട സ്ഥലം, ഫാക്ടറി പണിയാന്. ആ ഇവിടെ ഇവിടെ ഒരു ഫാക്ടറിയും പണിയാന്ന് വെച്ച് ഫുള്ള് നിരത്തിയിട്ട്. ഇവിടെ ഫാക്ടറി പണിയണോ അതോ വേറൊരു കടലിന്റെ നടുക്ക് തന്നെ ഒരു ഫാക്ടറി ഐലൻഡ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ ഓടുന്നുണ്ട്. കൂടുതലും ഞാൻ ഈ ഒരു ബോട്ട് അങ്ങ് എടുത്ത് കളയും.
അല്ലെങ്കിൽ ആ ബോട്ട് കിടക്കട്ടെ. നമുക്ക് ഫാക്ടറി ആയാലും ഇങ്ങോട്ടേക്ക് വെക്കാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100x100 റൗണ്ടിങ്ങിൽ എഴുതി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് നാം സംഭവം ഇതാവാണ്ടിരുന്നത്. കുറച്ച് 2 ദിവസമായിട്ട് വലിയ കളിയും കാര്യമൊന്നും ഇല്ലാണ്ടിരുന്നതും വീഡിയോസ് ഇല്ലാണ്ടിരുന്നത്. പിന്നെ സംസാരിക്കാൻ വയ്യ എനക്ക്, അത് വേറെ കാര്യം. തൊണ്ടെല്ലാം അടച്ചിട്ട് വേദനയും ഒക്കെ ആയിട്ട് ഇരിക്കുക. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിലെ ബോസ് ഫൈറ്റ് ചിരിക്കാനുണ്ടായിരുന്നതാ. അമ്പോ അമ്പോ, അതെന്തായാലും ചിരിക്കാനുള്ള കാര്യം തന്നെയായിരുന്നു ബോസ് ഫൈറ്റ്. ഞാനെത്ര ചാവല ചത്ത് 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 കളിച്ചു ഞാൻ. ആ പിന്നെ ഞാൻ ഏതോന്റെ വീഡിയോ ഇതാക്കുന്നതെന്ന് കാണിച്ചിട്ടില്ലല്ലോ, ഏത് യൂട്യൂബറുടെയാന്ന്. അത് ജസ്റ്റ് കാണിച്ചുതരാം ഞാൻ. യൂട്യൂബറുടെ നോട്ടിഫിക്കേഷൻ അല്ലടാ, സർച്ചടാ. ആരടാ ഇതൊക്കെ? ഇതല്ല ഇതൊന്നും കൊള്ളത്തില്ല, വലിയ സുഖമില്ല. ഇതാണ് നമ്മുടെ ബേസ്, ഞാൻ ഉദ്ദേശിക്കുന്ന ബേസ്. Is the design and color palette that I went with, but there are plenty of different color palettes that you can also choose to suit your ഒരു സെക്കൻഡ്, ഞാൻ ഇത് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, style, which I put together just for this tutorial. There are many different options, including this brand new pale oak design, which I think looks incredible. But you don't have to just use logs, you can always add in different blocks, even using dirt if you don't have anything else. Now, of course, you do want to try and find a block that kind of matches the shelf, which I have a couple examples here, but feel free to be as creative as you like. Or, of course, use any of these designs here. Pretty much any type of stripped log is going to work. Even the nether logs here work very, very nicely. All you have to do is swap out the spruce log that I use, or whatever block that you choose. ഒരു കാര്യം ചെയ്യും, ഇത് കാണുന്നവര് പറ, നെതറിന്റെ ലോഗ് വേണോ അതോ സ്പ്രൂസിന്റെ ലോഗ് വേണോ അതോ ഇത്? ഈ മരത്തിന്റെ പേരാ വിട്ടല്ല. അയ്യോ, നിക്ക് നന്നാട്ടെ. ചെറി ലോഗിന്റെ വേണോ? And also make sure to do that for the stairs, trapdoors, slabs and the shelves. But don't worry. അപ്പൊ ഇതാണ് ഞാൻ നോക്കുന്ന വീഡിയോ, ജോസിൻ്റെതാണ് വീഡിയോ. അപ്പം നമുക്ക് എപ്പ നോക്കിയാലും ഇവിടെ മഴയാണല്ലോ. ചത്ത്. ഈ സാധനം എന്തുവാ? ഇത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. ഇതിനെ തൊന്ന് കണ്ടു കിട്ടും. നമുക്കിതിനെ ഓടിക്കാൻ പറ്റും കടലിന്റെ അടിയില്. അയവ, അപ്പൊ കടലിന്റെ അതില് കുതിരയായി. നമുക്കപ്പം ഫുൾ ഇരുട്ടാണ്. അപ്പം ഇന്നും നാളെയും കൊണ്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. മറ്റന്നാൾ നാം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ഇടും. അതിനുശേഷം പിന്നെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നാം വീഡിയോസ് ഇടുന്നത്. നാം ബിൽഡിംഗ് എന്തായാലും ഫുള്ള് ക്രിയേറ്റീവ് ആയിരിക്കും, അതില്ലാണ്ട് എന്നെ കൂടെ നടക്കില്ല. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു ഗൈസ്, കാരണം ഞാൻ അത്രയ്ക്കും എക്സ്പേർട്ട് അല്ല ബിൽഡിങ്ങിൽ. അതുകൊണ്ടാണ്. എക്സ്പേർട്ട് ആയിരുന്നെങ്കിൽ ഞാൻ ഇതാക്കാൻ നിൽക്കൂല, ക്രിയേറ്റീവ് എടുക്കാൻ നിൽക്കൂല. എക്സ്പേർട്ട് അല്ല ഞാൻ ബിൽഡിങ്ങില്, അതാ സംഭവം. ചോട്ട ബിൽഡ് എന്ന് കാണുന്നു, എന്തൊക്കെയാ അവൻ ചെയ്യുന്നത് നിനക്കാനെ തിരിയുന്നില്ല. ഞാനപ്പൊക്കെ കൂടുതലും മൈനിങ്ങിനും മറ്റേ ഇതൊക്കെ ഡഞ്ചനൊക്കെ കണ്ടുപിടിക്കാൻ പോക്കാം.
ഇതിലല്ല, മറ്റേത് എന്തോ ഡഞ്ചൻ അല്ലല്ലോ, ട്രയൽ ചാമ്പർ. ഞാൻ അതൊക്കെ കണ്ടുപിടിക്കാൻ പോക്കാം. അപ്പം ഇത് ഒരു എപ്പിസോഡല്ല, ജസ്റ്റ് ഒരു നോട്ടീസ് പോലെയാ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് കാണത്തില്ല എന്നുള്ള ഇത്. അപ്പം ശരി എന്നാ.